നമസ്കാരം, സജീവതരക്കാരനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരത്താണ്, പനമ്പറ്റ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മാമൻ്റെ വീട് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ മാമൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കൗതുകം തോന്നിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം. മാമ എത്ര ആളുകൊണ്ട് ഇവിടെ ഈ കൃഷി ചെയ്യണോ? ഇതിപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 വർഷം ആകാൻ പോകുന്നു. 2 വർഷം ആകാൻ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് പന്നി ഇതൊക്കെ ഭയങ്കര ശല്യം തന്നെ. അയ്യോ, പന്നിയേ ഉള്ളൂ. പന്നി കൂട്ടത്തോടെ വന്ന് മൊത്തം എടുത്ത് കളയേ. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ മാമൻ എന്താണ് ചെയ്യണത്? ഇപ്പോൾ മയിലിനെ ഓട്ടിക്കാൻ ബിയർ കുപ്പി കെട്ടിയിട്ട് അത് അടിക്കുന്ന ചെയ്യാം. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മയിൽ പോകുന്നുണ്ട്. പിന്നെ പന്നി ഓട്ടിക്കാൻ പല വഴിയും ചെയ്തു, ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇപ്പൊ പട്ടിയെ 7 പട്ടിയെ വളർത്തി പല സ്ഥലത്തായിട്ട് കെട്ടിയിട്ടേക്ക്. എന്നിട്ട് 3 എണ്ണത്തിനെ കെട്ടിയിട്ടിട്ടുണ്ട്. 4 എണ്ണം ഫ്രീ ആയിട്ട് നടക്കും. അപ്പോൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പന്നി വന്ന് പറഞ്ഞാൽ ഇവന്മാർ വെള്ളം വയ്ക്കും, മറ്റെല്ലാം വന്ന് ഇവനെ കവർ ചെയ്യും, ഓട്ടിക്കും, അങ്ങനെയൊക്കെ പോവേ. പക്ഷേ ഇന്നലെ വന്ന് ഒരു വാഴ എടുത്ത് കളഞ്ഞു. ഇവിടെ ഏതൊക്കെ ഇനം വാഴയാണ് മാമ കൃഷി ചെയ്തിരിക്കുന്നത്? ഏത്തൻ, ഞാലിപ്പൂവുണ്ട്, ഏത്തമുണ്ട്, കപ്പവാഴ, റോബസ്റ്റ് ഉണ്ട്, പച്ചച്ചിങ്ങൻ. പിന്നെ റെഡ് ലേഡിയുടെ പപ്പ ഏതുകൊണ്ട് പപ്പ നിൽക്കുന്നുണ്ടോ? റെഡ് ലേഡിയുടെ പപ്പ അതൊക്കെ നമ്മളവിടെ ഒത്തിരി ഉണ്ടോ? പപ്പായല്ലേ. ഇത് ഈ കുളവും അതിനകത്ത് മീനും കാര്യങ്ങളും. വെള്ളയാമ്പൽ. ഇവിടെ മൊത്തം എത്ര എത്രയുണ്ട്? ഇത് നമ്മുടെ സ്ഥലമല്ല, നമ്മളൊരാളുടെ അവർ വെട്ടിത്തെളിച്ചോളാൻ പറഞ്ഞ വനം പോലെ കിടന്നൊരു വെട്ടിത്തിൽ 1 ഏക്കർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ മാമ ഇതെടുത്ത് ഇങ്ങനെ കൃഷി ചെയ്യുക. ഇവിടെ ഒരു കാവ് ഉണ്ടല്ലേ? അത് അപ്പുറത്ത് കാണുന്നത് മോരിവേലിക്കാവ് ഈ കാണുന്നത്. അതെയാണ് അപ്പുറത്ത് കാണുന്നത്. ഇനി അവിടെ പോയിട്ട് അപ്പുറത്തോടെ പോയിട്ട് അവിടെ കാണാം. ശരി. അതൊരു റോഡ് വണ്ടി വരുമോ? ജീപ്പ് 4x4 ജീപ്പ് ഇറങ്ങി വരും. ബാക്കി ഇതുപോലെ മല തന്നെയല്ലേ അങ്ങോട്ട്? മെയിൻ റോഡ്. അത് ശരി. ഈ കാവ് പോലെയാണ് ഇത് മാമ വെട്ടിത്തെളിച്ചാണ്. 1 വർഷം കൊണ്ട് 1 മാസം എടുത്തു. ഇത്തിരി വെട്ടിയെടുക്കാൻ 1 മാസം എടുത്തു. സ്ഥലം തന്നെയാണ് അത്. കാവാണ്. ഇവിടെയൊക്കെ എങ്ങനെയാണ്? ഇത് കാവ. ഇത് മട്ടി ഇനത്തിൽപ്പെട്ടാണ്. മട്ടി എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ പായസത്തിലൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇതാണ്. നമ്മൾ ഈ ചക്കപ്പഴത്തിൻ്റെ അതേ ഒരു ഫ്ലവറാണ് ഈ സാധനം. ഇത് സെറ്റിലായിട്ട് കണക്ട് ചെയ്തിട്ടേക്ക് അത് കിടന്നാൽ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഇത് പാഞ്ഞു പോകും. സെൻസറിങ് ലൈറ്റാണ്. ഇത് രാത്രി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈവൻ തെളിയും. ഇതിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസറിങ് ഉള്ള ഒരു ലൈറ്റാണ്. സോളാർ പാക്കിയതേ. അത് ശരി. സെൻസറിങ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തെളിയും, നല്ല പ്രകാശം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചില്ല. ഇത് സോളാറാണല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യപ്രകാശത്തിൽ സെൻസറിങ് ഉള്ള കേസാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും. ഓക്കെ. അപ്പോൾ രാത്രിയിലാണ് അതിനുള്ള ഒരു സെൻസറിങ് ലൈറ്റ്. അപ്പോൾ ഈ പട്ടികളൊക്കെ അവിടെ കിടക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ ഇവിടുന്ന് ഇതെല്ലാം ചേമ്പ് കട്ടിച്ച് ഇതെല്ലാം പന്നി കൊണ്ട് പോയതാണ്. ചേമ്പ് ഇത്രയും സംവിധാനം ചെയ്താലും വന്ന് എടുത്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ വീട് പാല വച്ചേട്ടെ, ഞാൻ 3-4 ഒരാഴ്ചയായിട്ട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. രാത്രിയിലോ ഒന്നും വരാൻ പറ്റില്ല. ഇവിടെ വീണ്ടും ഒരെണ്ണം കിടക്ക്. അപ്പോൾ ഈ ഭാഗത്തുള്ളത് ഇവൻ സിഗ്നൽ. ഇത് ഈ 1 ഏക്കറിൽ ഈ 3 വശത്തായിട്ട് നായ്ക്കളെ എങ്ങനെ കെട്ടിയിട്ടേക്കണം. അപ്പോൾ പേരെന്തോന്നു? ഇത് ശംഭു. കിടന്നോ. ശംഭു കടിക്കുമോ? അത് കടിക്കുമെന്ന് വെച്ചാൽ ഇതുവരെ ആരും കടിച്ചിട്ടില്ല. പക്ഷേ പന്നിയൊക്കെ വരട്ടില്ലേ? പന്നിയൊക്കെ വരും. ഭയങ്കര കുറയാണ്. ഉണ്ട മധുരക്കിഴങ്ങ്. അത് ഒത്തിരി വലിപ്പമൊക്കെ ഉള്ള. ഒത്തിരി നല്ല ഉണ്ടയായിട്ടിരിക്കും. പിന്നെ അതെന്തോന്ന് നടക്കണേ? അത് ചീമക്കിഴങ്ങ്. ഈ പണം മൊത്തം അത് തന്നെ ഇട്ടേക്കുന്നു. ചീമക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വീട് പണിയായതുകൊണ്ട് വീട് പണിയായിട്ട് ഇതിനകത്ത് കൃഷി തിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു ഇതില്ല. പിന്നെ ഇവിടെ കിടക്കാൻ പറ്റും. ഇത് പകലൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഹോം തിയേറ്റർ വെച്ചിരിക്കുക. പാട്ടിട്ടേക്ക് പകലൊക്കെ. അപ്പോൾ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് മേളിൽ ലൈറ്റ് ഉണ്ട്. മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ ഈ പ്രദേശം മുഴുവൻ തിരിക്കും. 18 വയസ്സാണ് ഇതിൻ്റെ ഈ പ്രദേശമൊക്കെ വെട്ടാൻ കിട്ടും. പിന്നെ ഇതുകൊണ്ട് അവിടെയും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴുകാം. ഇതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് തെളിയിക്കുമ്പം രാത്രിയിലേക്കാണ് ഇതൊരു പന്നിയോ വല്ലതും പോവുകയാണെങ്കിൽ തന്നെ ഈ പട്ടിക്ക് ഇതിനെ അറിയാൻ പറ്റും. ഈ നേരിൽ കണ്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിൽ കണ്ടിട്ട് പിന്നെ ഈ വെട്ടത്തിൽ കുറച്ചൊക്കെ വരാതിരിക്കും. പിന്നെ സ്ഥിരമാകുമ്പം ഇവ അതിനകത്ത് ജീവിക്കും.
ഇവരെല്ലാത്തിനും വിശപ്പാണ് പ്രശ്നം. വിശപ്പ് വന്നു കഴിയുമ്പോൾ ഇതൊന്നും അമ്മമാർക്കൊരു വിഷയമാണ്. ഇതൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഇവർ ഈ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം ഈ മോട്ടറിൽ പമ്പിന് ഉപയോഗിച്ചെടുക്കുന്നത്. അതെന്ത് കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളം. ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.